അപ്പൊ നമുക്ക് ഇതിനെ ഇതാണ് ക്വസ്റ്റ്യൻ u = x square tan inverse y by x minus y square tan inverse x by y. Then find ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫൈൻഡ് ഡോ സ്ക്വയർ u by ഡോ എക്സ് ഡോ വൈ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇതിലും എക്സിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ വേണം. ഇവിടെ ഒറ്റ സ്ഥലത്ത് എക്സിന്റെ ഫംഗ്ഷൻ ഉള്ളൂ, അവിടെ സാധാരണ റൂളാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇത് ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞു 1/1 + x² ആണ്. 1/1 + y by x ഹോൾ സ്ക്വയർ ഇൻറ്റു അവിടെ അവസാനിക്കുന്നില്ല, ഇൻറ്റു അതിന്റെ ഉള്ളിലത്തെ ടേമിനെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ എക്സ് ഓഫ് വൈ ബൈ എക്സ്. അതിന്റെ ഉള്ളിലത്തെ ടേമിന്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ മനസ്സിലായോ? ആദ്യം നമ്മള് ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് കണ്ടു 1/1 + y by x ഹോൾ സ്ക്വയർ. ഇനി ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതിന്റെ ഡെറിവേറ്റീവ് y by x ന്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് y by x. ഓക്കെ ആണോ? മൈനസ് അടുത്ത ടൈം എടുത്തു, അത് കഴിഞ്ഞിട്ടില്ല അല്ലേ. പ്ലസ് ഇത് പ്രോഡക്റ്റ് റൂൾ ആണ്. പ്ലസ് ടാൻ ഇൻവേഴ്സ് y by x ഇൻറ്റു x² ഡെറിവേറ്റീവ് എത്രയാ, 2x. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. മൈനസ് y² ഇൻറ്റു രണ്ടാമത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് ടാൻ ഇൻവേഴ്സ് x by y യുടെ ഡെറിവേറ്റീവ് ആണ്. എന്താണ് ടാൻ ഇൻവേഴ്സ് x by എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ 1/1 + x by y ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് x by y. എന്താണ് ചെയ്ത് മനസ്സിലായല്ലോ? ആദ്യം ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് കണ്ടു 1/1 + x by y ഹോൾ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് x by y എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് ആണ് എഴുതിയത്, ഒന്നുകൂടെ എഴുതാം. ഡോ യു ബൈ ഡോ എക്സ് = x² ഇൻറ്റു 1/, ഇതിനൊന്ന് എൽസി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, y² by x² ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് y by x പറഞ്ഞാൽ എന്താ വരും, നേരത്തെ നമ്മൾ പറഞ്ഞു മൈനസ് y by x² കേട്ടോ, പ്ലസ് ടാൻ ഇൻവേഴ്സ് y by x ഇൻറ്റു 2x മൈനസ് y² ഇൻറ്റു അവിടെ അതുപോലെ 1/1 + x² by y² ഇൻറ്റു 1/y എന്ന് കിട്ടി. ഡോ ബൈ ഡോ എക്സ് ഓഫ് x by y യുടെ ഡെറിവേറ്റീവ് എത്രയാണ്, 1/y. എക്സ് നേരത്തെ പറഞ്ഞത് എക്സ് മുകളിലാണെങ്കിൽ 1/y എന്ന് എഴുതാം, എക്സ് താഴെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സില് y by x ന്റെ ഡെറിവേറ്റീവ് മൈനസ് y by x² എന്ന് എഴുതാം കേട്ടോ. നേരത്തെ അതാണ് നമ്മൾ പറഞ്ഞത്. ഇതുവരെ ആയോ? ഇതൊന്ന് എൽസി എടുക്കാൻ ഇവിടെ ഇത് വെട്ടാളതൊക്കെ വെട്ടാം. = x² ഇൻറ്റു 1/x² + y² by x² ഇൻറ്റു മൈനസ് y by x². അവിടെ പ്ലസ് 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x, ടാൻ ഇൻവേഴ്സ് y by x, 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് y by x മൈനസ് y² ഇൻറ്റു 1/y² + x² by y² ഇൻറ്റു 1/y. y² ഉം y² ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ x² ഉം ഈ x² ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി ഞാൻ എഴുതുന്നുണ്ട്. ബാക്കി ആൻസർ ഇങ്ങനെയാണ്, മൈനസ് x²y by x² + y². ഓക്കെ, പ്ലസ് 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് y by x. എന്ത് പ്രശ്നമുണ്ടോ, അർജുൻ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. മൈനസ് അയ്യോ ഒന്ന് വെട്ടിയത് ചെറിയ കൺഫ്യൂഷൻ ആയേ. ഈ y² ഇവിടുത്തെ y² വെട്ടാൻ പാടുള്ളൂ. ഇവിടെ y² ഒരു y ആണ് വെട്ടുന്നത്, ഈ y മോളിക്ക് വരും കേട്ടാ. അപ്പൊ മൈനസ് y³ by x² + y² എന്ന് കിട്ടി.
ഇത് രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇത് രണ്ടിനും ഒരുമിച്ചാക്കാൻ നോക്കി. ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇതുവരായോ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സോ ഇതിൽ രണ്ടിനും മൈനസ് വൈ കോമൺ ആണ്. മൈനസ് വൈന് വെളിയെടുത്തു കഴിഞ്ഞാല് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്നാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വെട്ടി ആൻസർ നമ്മളിപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ആണ് കിട്ടിയത്. ഡോ യു ബൈ ഡോ എക്സിന്റെ ആൻസർ മൈനസ് വൈ പ്ലസ് 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ആളായി മാറി. ഇനി ഇതിനെന്ത് ചെയ്യാം? വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി എഴുതാം. ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ ഈ സൈഡ് എന്തായി? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 എന്നാണ്. പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഇല്ല. ഇത് എക്സ് ആണ്. ഇതിന് മാത്രം വൈയിലുള്ള അതിന് മാത്രം ചെയ്താൽ മതി. മൈനസ് 1 പ്ലസ് 2x ഇൻറ്റു അതിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 പ്ലസ് വൈ ബൈ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ എക്സ്. അതുപോലെ എടുക്കാം. മൈനസ് 1 പ്ലസ് 2x ഇൻറ്റു 1/1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ബൈ എക്സ്. സോറി, വെറും 1 ബൈ എക്സ്. വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അർജുൻ. ഞാൻ നിന്നെ കളിയാക്കി. എളുപ്പം അത്ര എളുപ്പമൊന്നല്ല. ഓക്കെ, വലുത് തന്നെയായിരുന്നു. ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 2x ഇൻറ്റു 1 ഇവിടെ എൽസി എടുക്കുന്നു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ്. അപ്പൊ ഈ എക്സ് എക്സും കട്ട് ചെയ്തു. ഈ എക്സ് സ്ക്വയർ മോളിക്ക് പോയി. അപ്പൊ ആൻസർ ഇങ്ങനെയാണ് മൈനസ് 1 പ്ലസ് 2x ബൈ 2x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് ആൻസർ. വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിട്ട് എൽസി എടുക്കുന്നു. അപ്പൊ എന്താ വരിക? മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. 2x സ്ക്വയർ എന്ന് ഒരു എക്സ് സ്ക്വയർ വെച്ച് പ്ലസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ചെറിയ ഒരു ആൻസർ ആയിരുന്നു അത്. ഓക്കെ, 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് 3 ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ 13, 14, 15. അത് 3 ചെയ്യാൻ പാടില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ചെയ്യാൻ പാടില്ല. അത് നോക്കിട്ട് പറയണം. അത് ഞാൻ പറയാനൊന്നുമില്ല. നോക്കട്ടെ, നിങ്ങൾ ബാക്കിൽ നോക്കാം. ഞാൻ ചെയ്ത് നോക്കാം. അപ്പോൾ രാത്രി ചെയ്യാൻ പറ്റും ചെയ്തിട്ട് അയച്ചുതരാം. അത് നടക്കുള്ളൂ. എനിക്കതെന്നല്ല, എനിക്ക് ആദ്യത്തെ ബേസിക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. അതാ മനസ്സിലായോ? മറ്റേ രണ്ടാമത്തെ സെക്ഷൻ കുഴപ്പമില്ല. അപ്പം അതിൻ്റെ പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്ടേഴ്സ് പറ്റും. അത് നോക്കിയിട്ട് പറയാം. നമ്മൾ കഴിഞ്ഞ നോട്ടിലെടുത്തല്ലോ.
അപ്പൊ അതിൽ ചോദിച്ചിരിക്കുന്ന ഡൗട്ട് എന്താ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു അല്ലെ, ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് തേർഡ് മോഡലത്തെ ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട് ചോദിച്ചത്. ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്ടർ ഓഫ് ദി പാർട്ടിക്കിൾ ഗിവൺ ബൈ എ ഓഫ് ടി. ആക്സലറേഷൻ തന്നിട്ടുണ്ട് എ ഓഫ് ടി ഈക്വൽ ടു പി പ്ലസ് 1 ഓൾ റേസ് ടു -2 ഇൻറ്റു ഐ ഇല്ല ജെ ആണ് അല്ലെ, ഇൻറ്റു ജെ മൈനസ് ഇ റേസ് ടു -2t ഇൻറ്റു കെ. അങ്ങനെ ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്ടർ കാണണം, തിരിച്ചു കാണണം. അതാണ് ക്വസ്റ്റ്യൻ. വിത്ത് വി ഓഫ് സീറോയുടെ വാല്യൂ എടുത്ത് തന്നിട്ടുണ്ട് 3i - j ആണ് തന്നിട്ടുണ്ട്. ദെൻ ആർ ഓഫ് സീറോയുടെ വാല്യൂ പൊസിഷൻ വെക്ടറിന്റെ വാല്യൂ k ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ശരിക്കും പറഞ്ഞാല് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ശരിക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എങ്ങനെ വരുമെന്ന് അറിയോ, ആർ ഓഫ് ടി തരും. ആർ ഓഫ് ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് dr/dt ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി വി ഓഫ് ടി കിട്ടും. അതിന് വേണ്ടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അതായത് dv/dt എന്ന് പറഞ്ഞാല് അതാണ് എന്ത്, ആക്സലറേഷൻ എ ഓഫ് ടി. ഓക്കെ, അപ്പൊ എ ഓഫ് ടി പറഞ്ഞാൽ dv/dt ആണ്. അപ്പോൾ dx²r/dt² എന്നാണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, വെലോസിറ്റിനെ ആർ ഓഫ് ടി ആണ് നമ്മൾ പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും, വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. ഇത് തിരിച്ചാണ്, ആക്സലറേഷൻ തന്നിട്ടാണ്. അപ്പൊ വെലോസിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി നോക്കുക, വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. അപ്പോ വെലോസിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ആക്സലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. മനസ്സിലായോ? അപ്പൊ വെലോസിറ്റി വി ഓഫ് ടി എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ എ ഓഫ് ടി ഡി ടി. എ ഓഫ് ടിനെ സാധാരണ ഇന്റഗ്രേഷൻ ചെയ്യാം, ലിമിറ്റ് ഒന്നുമില്ല, സാധാരണ ഇന്റഗ്രേഷൻ കേട്ടോ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ അല്ല, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പൊ എന്താ വരിക, ഇന്റഗ്രൽ ടി പ്ലസ് 1 ഹോൾ റേസ് ടു -2 ഇൻറ്റു ജെ ഡി ടി. dt into j നോക്കാം, dt into j മൈനസ് ഇന്റഗ്രൽ e raised to -2t k dt into k. ഓരോന്നിന്റെ പൊസിഷൻ വെക്ടർ i j k എന്ന് കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം, സാധാരണ ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ t plus 1 all raised to -2 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്റഗ്രൽ 1/t plus 1 whole square എന്നാണ് ഉദ്ദേശിച്ചത്, dt into j മൈനസ് ഇന്റഗ്രൽ e raised to -2t dt into k. ഇത് വെക്ടർ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്തിന്റെ ഡെറിവേറ്റീവ് 1/x²? എന്തിന്റെ ഡെറിവേറ്റീവ് 1/x²? അതൊക്കെ അതൊന്നും ആവശ്യമില്ല, ഇതിങ്ങനെ ഇങ്ങനെ മാറ്റണ്ട, അല്ലാണ്ട് തന്നെ ചെയ്യാം. ഈ ടേമേ ഇതിന്റെ ഉള്ളിൽ t² ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ പറ്റില്ല. അല്ലെങ്കിൽ ഇന്റഗ്രൽ x raised to n ന്റെ ഇന്റഗ്രൽ എന്താ, x raised to n+1/n+1. ശരിയാണോ? ഈ t+1 ന്റെ അവിടെ t²+1 എന്നായിരുന്നെങ്കിൽ അപ്പൊ നടക്കില്ല. t²+1 ആയിരുന്നെങ്കിൽ നമ്മളവിടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ ലീനിയർ ആണെങ്കിൽ, ലീനിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള പവർ ടിയുടെ ടേം ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ട, ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്തോളൂ. ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക, t+1 raised to -2 + 1/-2+1. മനസ്സിലായോ അർജുൻ? x raised to n+1/n+1 എന്നുള്ള ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ t+1 raised to -2 + 1/-2+1. അല്ലെങ്കിൽ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ വേരിയബിൾ ആക്കി മാറ്റിയിട്ട് ഇപ്പൊ t+1 u കൊടുക്കണം. t+1 u കൊടുത്തു, അപ്പോൾ du = dt എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ t+1 എങ്ങനെ ആക്കി മാറ്റും, നമ്മള് u raised to -2 du എന്നാവും. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എന്താ, u raised to -2 + 1/-2+1 ആവും. അടുത്ത സ്റ്റെപ്പിൽ യുക്ക് വീണ്ടും എന്ത് കൊടുക്കും, നമ്മള് t+1 കൊടുക്കും. അപ്പോഴും സെയിം തന്നെ വരുന്നത്. മനസ്സിലായോ? അപ്പോ ഈ ഇതിന്റെ ഉള്ളിലെ പവർ മനസ്സിലായോ എന്താണ്? ഇതിന്റെ ഉള്ളില് ഈ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ, ലീനിയർ ഫംഗ്ഷൻ പറഞ്ഞാൽ t² t³ എന്ന് വരാൻ പാടില്ല, ടിയുടെ പവർ 1 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. t+1 raised to x raised to n+1/n+1, അതേപോലെ -2 + 1/-2+1 into i into j മൈനസ് e raised to -2t യുടെ ഇന്റഗ്രൽ എന്താ, e raised to -2t/-2 പ്ലസ് into k പ്ലസ് ഒരു കോൺസ്റ്റന്റ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടില്ലേ, c എന്ന് കൊടുത്തു, പ്ലസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള കോൺസ്റ്റന്റ് c. ഓക്കെ ആണോ?
ക്ലിയർ ആയടാ? സാറാ ഈ റേസ്റ്റുവിന്റെ എടുത്തു ഇ റേസ് ടുന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇ റേസ് ടു 2x ന്റെ ഇന്റഗ്രൽ എന്താ? ഇ റേസ് ടു 2x ബൈ 2. അതിന്റെ ഉള്ളിലുള്ള കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇ റേസ് ടു മൈനസ് 2t ന്റെ ഇന്റഗ്രൽ എന്താ വരിക? ഇ റേസ് ടു മൈനസ് 2t ബൈ -2. ഓക്കെ, ഇതൊന്ന് നീറ്റായിട്ട് എഴുതാണ്. എങ്ങനെ വരിക? വെലോസിറ്റി ആണ് നമ്മൾ കാണുന്നത്. വെലോസിറ്റി ഈക്വൽ ടു t+1 റേസ് ടു -1 ബൈ -1. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി, പ്ലസ് ഇ റേസ് ടു -2 ഇൻറ്റു ജെ ഉണ്ട്, പ്ലസ് ഇ റേസ് ടു -2t ഇൻറ്റു കെ, പ്ലസ് ഒരു കോൺസ്റ്റന്റ് സി. ഓക്കെ ആണോ? നമുക്കിപ്പോ കിട്ടിയത് എങ്ങനെയാണ് ഞാൻ ഒന്ന് എഴുതാം. വി ഓഫ് ടി ഈക്വൽ ടു, ഈ മൈനസിന് ഫ്രണ്ടിലിട്ടു, t+1 റേസ് ടു -1 1/t+1 എന്നല്ല ഉദ്ദേശിച്ചത്, 1/t+1 ഇൻറ്റു ജെ പ്ലസ് ഇ റേസ് ടു -2t ഇൻറ്റു കെ പ്ലസ് സി എന്ന് കിട്ടി. വെലോസിറ്റിയുടെ ആൻസർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ ആണോ? വെലോസിറ്റിയുടെ ആൻസർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ആ സി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്, പ്ലസ് സി എന്ന് എഴുതുന്ന സി ഇല്ലേ, ആ സി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ഹിന്റ് ഉണ്ട്. അതായത് പ്ലസ് സി എന്ന് പറയുന്ന സി കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുണ്ട്, ഒരു ഹിന്റ് അവർ തരുന്നുണ്ട്. എന്താണ് തന്നിരിക്കുന്ന ഹിന്റ്? 2 ഉണ്ട്. ആ -2 2 വെട്ടിപ്പോയിട്ടാണ് +2 ആക്കിയത്. -2 2 അല്ല, -2 ഉണ്ട്, പ്ലസ് ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഗിവൺ ദാറ്റ് എന്താണ്? ഗിവൺ v of 0 ഈക്വൽ ടു 3i - j. ഇത് എന്തിനാ അവർ തന്നിരിക്കുന്നത് അറിയോ? അവര് കോൺസ്റ്റന്റിന്റെ ഒരു സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. കണ്ടോ, സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ആ സി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷനിലെ ടി കാണുന്ന സ്ഥലത്തൊക്കെ 0 ഇട്ട് കൊടുക്കാൻ അവർ പറയുന്നു. വെലോസിറ്റി കാണുന്നുണ്ടല്ലോ, വെലോസിറ്റിയില് ടി കാണുന്നിടത്തൊക്കെ 0 കൊടുക്കാം. അത് കൊടുക്കുമ്പോ കിട്ടുന്ന ആൻസർ 3i - j ആയിരിക്കും. അത് കൊടുക്കുമ്പോ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും എന്നാ പറയുന്നത്? 3i - j ആവും എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം. v of 0 implies, ഇതിൽ 0 കൊടുത്തോളൂ, 1/0 + 1 ഇൻറ്റു ജെ പ്ലസ് ഇ റേസ് ടു -2t ബൈ 2, ഇ റേസ് ടു -0 2 ഇല്ല, അവിടെ മുകളിൽ 0 ആയി, ബൈ 2 ഇൻറ്റു കെ പ്ലസ് സി. അത് ഈക്വൽ ടു എന്ത് ചെയ്യാ? 3i - j എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ ആൻസർ എഴുതുന്നുണ്ട്. ജെ ഇ റേസ് ടു 0 1 ആണ്, പ്ലസ് 1/2 കെ പ്ലസ് സി ഈക്വൽ ടു 3i - j. അപ്പൊ സിയുടെ വാല്യൂ എന്തായിരിക്കും? ഇതിനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ സി ഈക്വൽ ടു എന്താ വരിക? 3i - j. ശരി, -1 സോറി, -j ആണ്. അപ്പൊ 3i - j പ്ലസ് j -1/2 k എന്ന് കിട്ടി. അപ്പൊ സിയുടെ വാല്യൂ എന്താ കിട്ടിയത്? നമുക്കിപ്പോ ജെ വെട്ടിപ്പോയി. സിയുടെ വാല്യൂ 3i - 1/2 k അല്ലെങ്കിൽ k/2 എന്ന് കിട്ടി കേട്ടോ. ഇത് രണ്ട് വെക്ടർ ആണ്. 3i - k/2 എന്ന് കിട്ടി. ഓക്കെ ആണോ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ വെലോസിറ്റി ഈക്വൽ ടു, ഇതാണ് ആൻസർ കേട്ടാ. വെലോസിറ്റിയുടെ ആൻസർ ഇതാണ്. v of t ഈക്വൽ ടു -1/t+1 ഇൻറ്റു ജെ പ്ലസ് ഇ റേസ് ടു -2t ബൈ 2 ഇൻറ്റു കെ പ്ലസ് സിയുടെ സ്ഥാനത്ത് എന്താ എഴുതി? 3i - k/2. -k/2.
അതൊന്ന് നീറ്റായിട്ട് എഴുതാണേ. ഐയുടെ ടേം, ജെയുടെ ടേം, കെയുടെ ടേം അങ്ങനെയൊക്കെ എഴുതാണേ. ഞാനിവിടെ എഴുതുന്നുണ്ട് നോക്കുക. ആദ്യം 3i എഴുതി, 3i എഴുതി, മൈനസ് 1/t+1 ഇൻറ്റു ജെ എന്ന് എഴുതി. അടുത്തത് പ്ലസ് e⁻²t മൈനസ് കെയുടെ അവിടെ ഒരു -1/2 ഇങ്ങനെ എഴുതട്ടെ, ഇൻറ്റു കെ എന്ന് എഴുതി. ഇത് ശരിയാണോ നോക്കാം. ക്ലിയർ അല്ല? ഇതിനെ വെലോസിറ്റിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് അഗെയിൻ വി ഗെറ്റ് പൊസിഷൻ വെക്ടർ കേട്ടോ. അഗെയിൻ അപ്പോ r(t) എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ v(t) dt. ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാണ്, ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്റഗ്രൽ dt വരും, ഇവിടെ ഇന്റഗ്രൽ dt വരും, ഇവിടെ ഇന്റഗ്രൽ dt വരും കേട്ടോ. ഓരോ ടേമിനും ഇന്റഗ്രേറ്റ് ചെയ്യാണ്. 3യുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാല് 3t i മൈനസ് 1/t-യുടെ 1/x-ന്റെ ഇന്റഗ്രൽ log x ആണ്. 1/t+1 ഇന്റഗ്രൽ എന്താ വരിക? log mod t+1 അല്ലെങ്കിൽ log t+1 ഇൻറ്റു j. ഓക്കെ, പ്ലസ് ഇതില് by2 കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ വീണ്ടും എഴുതാം, സെപ്പറേറ്റ് വെച്ച് ചെയ്യാട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ e⁻t/2 -1/2 ഇങ്ങനെയൊക്കെ എഴുതിക്കോ, അതാണ് നല്ലത്. ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻²t ഇന്റഗ്രല് e⁻²t അല്ലെങ്കിൽ രണ്ടിന്റെ ഒരു കാര്യം ചെയ്യാം, by2 ഉണ്ടെന്ന് വിചാരിക്കാം. ആ by2നെ വെളിയിൽ എടുക്കാം, ഔട്ട് സൈഡ് എടുക്കാം. 1/2 ഇൻറ്റു e⁻²t ഇന്റഗ്രൽ എന്താ വരിക? e⁻²t/-2 വീണ്ടും വരും, -1ന്റെ ഇന്റഗ്രൽ t വരും ഇൻറ്റു k പ്ലസ് അവസാനം വീണ്ടും നേരത്തെ പോലെ ഒരു c. ഈ രണ്ട് ടേമിൽ നിന്ന് മൈനസിനെ പുറത്തേക്ക് എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇട്ടു. ഓക്കെ, ഈക്വൽ ടു 3ti മൈനസ് log mod t+1 മൈനസ് 1/2 ഇൻറ്റു e⁻²t/2 പ്ലസ് 1 ഇൻറ്റു k പ്ലസ് c എന്ന് കിട്ടും. ഇനി ആ c കാണാനും അവർ പറഞ്ഞിട്ടുണ്ട്. r(t)യുടെ ഫോർമുല r(t) എന്താണ്? r(0) എത്രയാ പറഞ്ഞേ? ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. r(0) തന്നെ എന്താ? r(0)യുടെ വാല്യൂ എത്ര? r(0)യുടെ വാല്യൂ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് k ആണ് അല്ലെ? r(0) k ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതായത് ഇതിലൊക്കെ 0 എടുക്കാണ്. അപ്പൊ r(0) എന്ന് പറഞ്ഞാല് 0 മൈനസ് log 0 പ്ലസ് 1 ഇവിടെ 0 വരും, log 0 പ്ലസ് 1 ഇൻറ്റു j മൈനസ് 1/2 ഇൻറ്റു e⁻²0/2 പ്ലസ് 1 ഇൻറ്റു k പ്ലസ് c ഈക്വൽ ടു k. അപ്പൊ ഇത് log 1 0 ആണ്. അപ്പൊ അത് ഇതൊക്കെ പോയി, ജയുടെ ടൈം ഒക്കെ പോയി, ബാക്കി ഇതാണ് വരുന്നത്. 0/2 ആണ്, 1/2 ആണ്. അപ്പൊ -1/2 മുകളിൽ എഴുതാം. അത് 0 കൊടുക്കട്ടോ, ചെക്ക് ചെയ്യാം. അത് 0 കൊടുക്കാം. ഇപ്പൊ എന്താ വരുന്നത് വെച്ചാൽ അവസാനം വരുന്നത് ഞാൻ എഴുതാം, -1/2 ഇൻറ്റു 1/2 പ്ലസ് 1
പ്ലസ് സി ഈക്വൽ ടു ഇത് കെ ഉണ്ട് ഈക്വൽ ടു കെ. ഇത് മൈനസ് 1/2 × 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 വരും. മൈനസ് 3/4 ആണ് വരിക. മൈനസ് 3/4 കെ പ്ലസ് സി ഈക്വൽ ടു കെ. ഓക്കെ, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ സി ഈക്വൽ ടു കെ പ്ലസ് 3/4 കെ. ആഡ് ചെയ്യുമ്പോ 4 3 7 7/4 കേട്ടോ. 7/4 കെ എന്ന് കിട്ടും. സിയുടെ വാല്യൂ 7/4 കെ ആണ്. അപ്പൊ അവസാനം എടുത്ത് എഴുതാം. മാറ്റും, സോറി. ഈ ആൻസറില് പ്ലസ് ആര് കൂടി ഉണ്ട്? സിയുടെ സ്ഥാനത്ത് ആർ ഓഫ് ടി ഈക്വൽ ടു 7/4 കെ കൂടി എഴുതാം കേട്ടോ. അപ്പൊ കെനൊന്ന് നീറ്റായിട്ട് എഴുതുമ്പോ 3ti മൈനസ് ലോഗ് മോഡ് ടി പ്ലസ് 1 ഇൻറ്റു കെ മൈനസ് ഇതിനെല്ലാം ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. പ്ലസ് ഇട്ടു. മൈനസ് ഇ റേസ് ടു മൈനസ് 2t/4 മൈനസ് 1/2 പ്ലസ് 7/4 ഹോൾ ഇൻറ്റു കെ. 1/2 7/4 ഒന്ന് കൂട്ടിയിടാം. മൈനസ് 1/2 പ്ലസ് 7/4 ഒന്ന് കൂട്ടി നോക്കി. മൈനസ് 2/4 പ്ലസ് 7/4 കൂട്ടുമ്പോൾ 5/4 കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് ആൻസർ ഇതാണ്. 3ti മൈനസ് ലോഗ് മോഡ് ടി പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് മൈനസ് ഇ റേസ് ടു മൈനസ് 2t/4 പ്ലസ് 5/4 ഇൻറ്റു കെ. ഇതാണ് ലാസ്റ്റ് ആൻസർ. ഓക്കെ, ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള ഇക്വേഷന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മോഡൽ എന്ത് വന്നാലും നമുക്ക് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് യു ഈക്വൽ ടു എഫ് ഓഫ് x/y കോമ y/z കോമ z/x. യു ഈക്വൽ ടു എഫ് ഓഫ് x/y കോമ y/z കോമ z/x. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x into dou u by dou x plus y into dou u by dou y plus z into dou u by dou z. ഇത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതില്, പക്ഷെ വേറെ തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ മോഡൽ പ്രോബ്ലം നമ്മൾ ചെയ്തതാ, പക്ഷെ ഇങ്ങനെ തന്നില്ല. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഇങ്ങനെ ആയിരുന്നില്ല. യു ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഫ് ഓഫിന്റെ ഉള്ളില് 6 തീറ്റ ഫൈ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഓർമ്മയുണ്ടോ? വേർ ആർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാകും. തീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാകും. ഫൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാകും. അങ്ങനത്തെ ഒരു ചെയിൻ റൂൾ നമ്മൾ ചെയ്തതാ. അപ്പൊ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലേ അർജുൻ? ക്വസ്റ്റ്യൻ എഴുതില്ല. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യന് ഈ 3 വേരിയബിളിന് 3 ആൾക്കാരിന് വേറൊരു പേര് കൊടുക്കുകയാണ്. അതായത് ഇതിന് ലെറ്റ് യു ഈക്വൽ ടു യു ഓൾറെഡി ഉണ്ട്. അപ്പൊ യു കൊടുക്കണ്ട, വേറെ പേര് കൊടുക്കാം. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇസഡ് ഈക്വൽ ടു ആണെങ്കിൽ വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ UVW കൊടുക്കാം. അപ്പോൾ ഞാൻ 6 കൊടുക്കും. R ഈക്വൽ ടു x/y എന്നും S ഈക്വൽ ടു രണ്ടാമത്തെ ആള് y/z എന്നും T ഈക്വൽ ടു z/x എന്നും പേര് കൊടുക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മുഴുവൻ എന്തായി മാറി? എഫ് ഓഫ് RST ആണ്. അപ്പൊ യുവിന്റെ ഉള്ളിൽ ഇപ്പൊ ആരൊക്കെ ഉള്ളത്? യുവിന്റെ ഉള്ളിൽ നേരിട്ട് നോക്കുമ്പോ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? യുവിന്റെ ഉള്ളില് ആറും എസും ടിയും മാത്രമേ ഉള്ളൂ ശരിക്കും നേരിട്ട് കാണുമ്പോ. അതിന്റെ ഉള്ളിൽ ആര് ഒളിച്ചിരിക്കുന്നുണ്ട്? ആറിന്റെ ഉള്ളിലും എക്സും വൈയും ഉണ്ട്, XYZ ഉണ്ട്. എസിന്റെ ഉള്ളിലും XYZ ഉണ്ട്, ടിയുടെ ഉള്ളിലും XYZ ഉണ്ട്. അങ്ങനെ മാറ്റി എഴുതുക. അപ്പൊ എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കോമട്ട് വരുന്ന പ്രോബ്ലത്തില് ഓരോ കോമയ്ക്കും RST എന്ന് പേര് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിന്റെ 3 പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിന് കാണാണ്. ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് കണ്ടോളൂ. ഡോ ആർ ബൈ ഡോ എക്സ്, എക്സ് മുകളിലല്ലേ, 1/y. ഓക്കെ, ഡോ ആർ ബൈ ഡോ വൈ, വൈ താഴെയാണ് അല്ലെ, അപ്പൊ -x/y².
ഡോ ആർ ബൈ ഡോ ഇസഡ് അതിലില്ലല്ലോ, ആൻസർ 0. അടുത്തത് ഡോ എസ് ബൈ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്തു. ഇതിൽ എക്സ് ഇല്ല, അപ്പൊ 0. ഡോ എസ് ബൈ ഡോ വൈ ചെയ്തു 1 ബൈ ഇസഡ്. ഡോ എസ് ബൈ ഡോ ഇസഡ് ചെയ്തു -y ബൈ ഇസഡ് സ്ക്വയർ. അതേപോലെ ടീയിലും ഡോ ടി ബൈ ഡോ എക്സ് ചെയ്തു, അതില് -z ബൈ എക്സ് സ്ക്വയർ. ഡോ ടി ബൈ ഡോ വൈ ചെയ്തു, y ഇല്ല 0. ഡോ ടി ബൈ ഡോ ഇസഡ് ചെയ്തു 1 ബൈ എക്സ്. ഈ 6 കണ്ടുപിടിക്കുക. ഓക്കെ, കണ്ടുപിടിച്ചോ. ഇനി നമുക്ക് വേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഇതെല്ലാം കണ്ടുവച്ചല്ലോ. നമുക്ക് വേണ്ടതൊക്കെ പോവാണ്. നമുക്ക് വേണ്ടത് ഇതൊന്നല്ല, നമുക്ക് വേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ മാറ്റി എഴുതുന്നത് നല്ലത്. യു ഈക്വൽ ടു ഇപ്പോ എഫ് ഓഫ് ആർ എസ് ടി എന്ന് എഴുതാണ് നമുക്ക് നല്ലത്. അപ്പൊ യുവിൽ നേരിട്ട് നോക്കുമ്പോൾ ആരില്ല, എക്സ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, യു റൂൾ ഓർമ്മയുണ്ടോ? ഡോ യു ബൈ ഡോ എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഡോ യു ബൈ ഡോ എക്സ്. ഇതില് എഫില് എക്സ് ഉണ്ടോ? ഇപ്പൊ നേരിട്ട് നോക്കുമ്പോ എക്സ് ഉണ്ടോ? ഇല്ല, നേരിട്ട് നോക്കുമ്പോ ഇല്ല. പക്ഷെ എഫില് ആറും എസും ടി ഉണ്ട്. ഈ ആറും എസും ടിയുടെ ഉള്ളിൽ ആരുണ്ട്? എക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ എഫ് ബൈ ഡോ ആർ, അതിനെ ആർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്, അതിനെ എക്സിലേക്ക് മാറ്റി, പ്ലസ് ഡോ എഫ് ബൈ ഡോ എസ്, എസിലെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഇൻറ്റു എക്സിലേക്ക് മാറ്റി, ഡോ എസ് ബൈ ഡോ എക്സ്, പ്ലസ് ഡോ എഫ് ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ഓരോന്നിനെയും ഓരോ വേരിയബിളിലേക്ക് മാറ്റിയിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. ഇത് നമ്മൾ പഠിപ്പിച്ചതാണ് അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ ആർ നമുക്ക് അറിയില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ എഴുതി. ഡോ എഫ് ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എത്രയായിരുന്നു നോക്ക് പറയാം. എത്രയായിരുന്നു? 1 by y. ഓക്കെ, പ്ലസ് ഡോ എഫ് ബൈ ഡോ എസ് ഇൻറ്റു അടുത്ത വാല്യൂ എന്തായിരുന്നു? ഡോ എസ് ബൈ ഡോ എസിന്റെ വാല്യൂ നേരെയുള്ളത് 0. ഓക്കെ, 0 പ്ലസ് ഡോ എഫ് ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എസിന്റെ വാല്യൂ മൈനസ് ഇസഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതിനെ ഈ കിട്ടിയ ആൻസറിനെ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ കിട്ടിയ ആൻസറിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ഞാൻ എഴുതുന്നുണ്ട്. ഇവിടെ എക്സ് വരും, ഇവിടെ എക്സ് വരും കേട്ടോ. അപ്പൊ ഇവിടെ എക്സ് വരുമ്പോ എന്താ വരിക? എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു 1 by y പ്ലസ് 0 പ്ലസ് ഡോ എഫ് ബൈ ഡോ ടി ഇൻറ്റു എക്സ് ഇൻറ്റു മൈനസ് ഇസഡ് ബൈ എക്സ് സ്ക്വയർ. ഒരു എക്സ് വെട്ടിപ്പോയി. അപ്പൊ ഞാനിവിടെ എഴുതുന്നുണ്ട്, കിട്ടിയ വാല്യൂ നല്ല നീറ്റായിട്ട് എഴുതാണ്. എക്സ് ബൈ വൈ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ആർ മൈനസ് ഇസഡ് ബൈ എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ടി. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ ഈ സെയിം പ്രൊസീജിയർ ഡോ യു ബൈ ഡോ വൈ കാണാം. സെയിം പ്രൊസീജിയർ ഡോ യു ബൈ ഡോ വൈ ചെയ്യണേ. ഇവിടെ വൈ ആക്കി കൊടുത്താൽ മതി. എക്സ് മാറ്റിയിട്ട് എക്സിനെ വൈ ആക്കുക, വേറെ ഒരു മാറ്റമില്ല. ഇവിടെ വൈ ആക്കുന്നു, ഇവിടെ വൈ ആക്കുന്നു, ഇവിടെ വൈ ആക്കുന്നു, ഇവിടെ വൈ ആക്കുന്നു. അപ്പൊ ബാക്കിയൊക്കെ സെയിം ആണ്. ഈ സാധനങ്ങളൊക്കെ മാറും.
സാധനങ്ങൾ മാറും. എന്താ ഡോ ആർ ബൈ ഡോ വൈയുടെ വാല്യൂ 0 അല്ലേ? ആണോ? ഡോ ആർ ബൈ ഡോ വൈ എത്രയാ? ഡോ ആർ ബൈ ഡോ വൈ എത്രയായിരുന്നു? ഡോ ആർ ബൈ ഡോ വൈ മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ. മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ. എക്സ് ബൈ വൈ സ്ക്വയർ ആയിരുന്നു. ഇവിടെ 1/x അത് ഏതാണ് സാർ? ഡോ ആർ ഡോ എസ് ബൈ ഡോ വൈ. 1/x ആണ് z ആണോ? 1/, എന്തായിരുന്നു? 1/z ആണ്. ഓക്കെ, ഇത് 0 അല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരിക? ഇതിനെ y ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. y ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഇവിടെ ആൻസർ വരും മൈനസ് എക്സ് ബൈ വൈ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ആർ എന്ന് വരും. പ്ലസ് വൈ ബൈ ഇസഡ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എസ് കിട്ടും. പ്ലസ് 0. അപ്പൊ അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. 0 എഴുതണ്ട. ഇതേപോലെ ഡോ യു ബൈ ഡോ ഓഫ് ഇസഡ് കണ്ടു. ഡോ യു ബൈ ഡോ ഇസഡ് ഇവിടെ y മാറ്റി ഇസഡ് ആക്കിയാൽ മതി കേട്ടോ. ഡോ യു ബൈ ഡോ ഇസഡ് കാണാം. അടിപൊളി. നമ്മളാ ക്ലാസ്സിലെ പ്രോബ്ലം അറിയാണ്ട് ഇത് കഴിഞ്ഞു. എന്താ പറയാ, കോള് വന്നപ്പോഴേ അത് റെക്കോർഡായില്ലേ, യൂസായിട്ട് വന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്ത പ്രോബ്ലം എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എല്ലാം കൂടിയിട്ട് കൂട്ടുക കേട്ടോ. എപ്പോഴാണ് യൂസായതെന്ന് അറിയില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചെയ്ത് മനസ്സിലായല്ലോ? ചെയ്യുന്ന രീതി ഒന്നുകൂടി പറയാം. 0 ആണ് വരുന്നത് അർജുൻ. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ വൈ കോമ വൈ ബൈ സെഡ് അല്ലെ, വൈ ബൈ സെഡ് കോമ ഇസഡ് ബൈ എക്സ് എങ്കിൽ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഡോ യു ബൈ ഡോ സെഡിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കോമറ്റ് വരുന്ന ടൈപ്പ് വരികയാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് 6, അതായത് ഇതിന് 3 വേരിയബിൾ കൊടുക്കുക. r ഈക്വൽ ടു എക്സ് ബൈ വൈ, എസ് ഈക്വൽ ടു വൈ ബൈ ഇസഡ്, അതുപോലെ ടി ഈക്വൽ ടു ഇസഡ് ബൈ എക്സ് എന്ന വേരിയബിൾ എടുക്കുക. എന്നിട്ട് നമ്മള് ഡോ ആർ ബൈ ഡോ എക്സ് കാണാം, ഡോ ആർ ബൈ ഡോ വൈ കാണാം, ഡോ ആർ ബൈ ഡോ ഇസഡ് കാണാം, അതേപോലെ ഡോ എസ് ബൈ ഡോ എക്സ് കാണാം, ഡോ എസ് ബൈ ഡോ വൈ കാണാം, ഡോ എസ് ബൈ ഡോ ടി കാണാം, ഡോ ഇസഡ് കാണാം, അതുപോലെ ഡോ ടി ബൈ ഡോ എക്സ് കാണാം, ഡോ ടി ബൈ ഡോ വൈ കാണാം, ഡോ ടി ബൈ ഡോ ഇസഡ് കാണാം. 3 വേരിയബിളിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ആണ്. അതായത് ചെയ്യേണ്ട രീതി ഞാൻ റെക്കോർഡ് ചെയ്തോന്ന് എനിക്കൊരു ഡൗട്ട്, അതുകൊണ്ട് വീണ്ടും പറയണേ. അതായത് യു ഈക്വൽ ടു ഇതിന് പേര് കൊടുക്കുമ്പോൾ എഫ് ഓഫ് ആർ എസ് ടി എന്നാണ്. നമുക്ക് കാണേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് എന്നാണ്. ഡോ യു ബൈ ഡോ എക്സ് കാണാൻ നേരിട്ട് നോക്കുമ്പോൾ ഇവിടെ ആറും എസും ടി ആണ്. ഇതില് ആരില്ല, ഇതിൽ നേരിട്ട് നോക്കുമ്പോൾ എക്സ് വൈ സെഡ് ഇല്ല. അപ്പോ ഡോ യു ബൈ ഡോ എക്സ് കാണുമ്പോൾ ഇതിൽ നേരിട്ട് നോക്കുമ്പോൾ കാണുന്ന ആൾക്കാരനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ഡോ എഫ് ബൈ ഡോ ആർ കാണുന്നു ഇൻറ്റു ഡോ ആറിനെ ഡോ എക്സ്, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ആൻസറോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് ഡോ എഫ് ബൈ ഡോ എസ് കാണും ഇൻറ്റു ഡോ എസിനെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പ്ലസ് ഡോ എഫ് ബൈ ഡോ ടി കാണും ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. അതിന് ഈ 3 നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവും. അത് മാത്രം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഈ കിട്ടിയ ആൻസറിനെ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. അതിന് ഇക്വേഷൻ നമ്മൾ വേണം നോക്കാം. പിന്നെ
ഈ എക്സിനെ മാറ്റിയിട്ട് വൈ ആക്കി കൊടുക്കാം. എല്ലാത്തിലും എക്സിനെ മാറ്റി ഇവിടെ വൈ ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് y ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ചെയ്യാം. അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. അടുത്തതിന് ഈ വൈനെ മാറ്റിയിട്ട് ഇസഡ് ആക്കാം. ഇവിടേക്ക് ഇസഡ് ആയി മാറും. ഓക്കെ, ഇതിനെ മാറ്റിയിട്ട് ഇസഡ് ആക്കാം. എന്നിട്ട് ഇസഡ് ഇൻറ്റു ഡോ യു ബൈ ഡോ സെഡ് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 3 എടുക്കുക. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ആ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് റെക്കോർഡ് ചെയ്തോ ഇല്ലയോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടൊന്ന് ഓടിച്ചു പറഞ്ഞതാണ്. ക്ലാസ് എന്തായാലും എടുത്തു. അപ്പൊ അറിയാത്തവര് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഇടാ, ഞാൻ എന്തായാലും പിന്നീട് ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് എഴുതി വന്നാൽ മതി. അർജുൻ, എനിക്ക് വയ്യണ്ടായി, ഞാൻ നിർത്താൻ ഭയങ്കര തലവേദനയ്ക്ക്.